വേനൽ കടുത്തതോടെ പലയിടത്തും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കൊല്ലം ജില്ലയിലെ കരവാളൂർ പഞ്ചായത്തിലെ സ്ഥിതി ദയനീയമാണ്. കൊല്ലം ജില്ലയിലുടനീളം വെള്ളം എത്തിക്കുന്ന ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണ് വെള്ളം കിട്ടാതെ ഇങ്ങനെ നെട്ടോട്ടം ഓടുന്നത്. ടോപ് 10 സ്പെഷ്യൽ. കരവാളൂർ പഞ്ചായത്തിലെ ചേറ്റുകുഴി വാർഡിൽ മാത്രം ഏതാണ്ട് 100 കണക്കിന് കുടുംബങ്ങളാണ് കുടിവെള്ളം കിട്ടാതെ ദുരിതത്തിലായിരിക്കുന്നത്. വെള്ളം ഇല്ല, കുഴക്കേറ്റ് അടിച്ചാ ഈ കുടിക്കാൻ പോലും കിട്ടാനില്ല. പിന്നെ സകലേ ഉള്ളു പാറ ഇപ്പം അടിക്കാൻ ഇല്ല. പിന്നെ ചവിട്ടുവെള്ളം കോരും, അവിടെ കണ്ണാലിയൊക്കെ ഉണ്ട്, കുടിക്കാനും ഇല്ല. കിണറുകളെല്ലാം വറ്റി വരണ്ടതോടെ കനാലുകളും ചെറുകുളങ്ങളും ഒക്കെയാണ് ഇവരുടെ ആശ്രയം. കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്നും സ്വന്തം ചെലവിൽ വാഹനങ്ങളിലും മറ്റും കുടിവെള്ളം എത്തിക്കുന്നു. വരൾച്ച കടുക്കുമ്പോൾ മാത്രം ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കുന്നതാണ് പഞ്ചായത്തിന്റെ രീതി. എന്നാൽ കുടിവെള്ളം കിട്ടാതെ ദിവസങ്ങളായിട്ടും വെള്ളം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി ഈ സാധനം ഇവിടെ കൊണ്ടുവച്ച് ഒരു തുള്ളി വെള്ളമില്ല. വെള്ളം കൊടുക്കുവാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കരുത്. ഇലക്ഷൻ സമയമാകുമ്പോൾ വോട്ട് മാത്രം മതിയോ? വെള്ളം കൊടുക്കുവാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം, ആർക്കും കൊടുക്കരുത്. എന്നാൽ കുഴൽക്കിണറില്ലാത്ത എത്രയോ വീട് ഇവിടെ ഉണ്ട്, അവർക്ക് വെള്ളമില്ല. അല്ലാത്തവർക്കെല്ലാം പള്ളിയുടെ അവിടെ എല്ലാം ചേറ്റുള്ളിലും പള്ളിയുടെ അവിടെയും എല്ലാം വെള്ളം വരുന്നുണ്ട്. ഞങ്ങളെന്തോ രണ്ടാം കെട്ടിലെയാണോ? ജില്ലയ്ക്കകത്തും പുറത്തും വെള്ളം എത്തിച്ചു നൽകുന്ന ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ചുവട്ടിൽ കഴിയുന്നവർക്കാണ് ഈ ദുർവിധി എന്നതും ശ്രദ്ധേയമാണ്. പദ്ധതിയിൽ നിന്നും പ്രദേശത്ത് വെള്ളം എത്തിക്കാനായി പൈപ്പുകളും ടാപ്പുകളും സ്ഥാപിച്ചിട്ട 2 വർഷത്തിൽ അധികമായി. നാളിതുവരെ ഒരു തുള്ളി വെള്ളം ഈ പൈപ്പുകളിൽ വന്നിട്ടില്ല. 2 പഞ്ചായത്തുകളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമായ ഇവിടെ അഞ്ചൽ പഞ്ചായത്തിൽ ഉൾപ്പെട്ട ചിലയിടങ്ങളിൽ വെള്ളം ലഭിക്കുമ്പോഴും കരവാളൂർ പഞ്ചായത്ത് ഇതിനുള്ള ഇടപെടൽ ശക്തമാക്കാത്തതിലും പ്രതിഷേധം കനക്കുകയാണ്. അമൃത ന്യൂസ്, കൊല്ലം. പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയാണ് കടുത്ത വേനലിലും കരവാളൂർ പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നതിന് കാരണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗം പോലും പറയുന്നത്. വെള്ളം നൽകുന്നതിലെ വേർതിരിവ് അവസാനിപ്പിക്കണമെന്നും ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്നുള്ള വെള്ളം എത്രയും വേഗം പ്രദേശത്ത് എത്തിച്ചു നൽകി ശാശ്വത പരിഹാരം ഒരുക്കണമെന്നുമാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ വിതരണ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് ഇതിനൊരു 100 മീറ്റർ സമീപത്താണ്. എന്നാൽ ഇതിൻ്റെ തൊട്ട് താഴെ താമസിക്കുന്ന ആളുകൾക്ക് പോലും കുടിവെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഉയരം ഈ പ്രദേശത്ത് കൂടുതലാണ്. എന്നാൽ അതിനെ തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ നിലവിലുണ്ട്. പക്ഷേ ആ മാർഗങ്ങളിലേക്ക് അധികാരികൾ എത്തുന്നില്ല എന്നുള്ളതാണ് ഈ പ്രതിസന്ധി നിലവിലുണ്ടാവാൻ കാര്യം. 10 ദിവസമായി അപേക്ഷ നൽകിയിട്ട് എന്നാൽ നാളിതുവരെയായി കമ്മിറ്റി ഒന്ന് കൂടുന്നതിനോ ജലവിതരണത്തിന് ആവശ്യമായ ടാങ്കറുകൾ അറേഞ്ച് ചെയ്യുന്നതിനോ ഉള്ള സമീപനം പോലും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. എന്നാൽ വാട്ടർ അതോറിറ്റി പൊട്ടിപ്പൊളിഞ്ഞ വിതരണ ലൈനുകളിൽ നിന്ന് അത് മെയിൻറ്റെയിൻ ചെയ്ത് വെള്ളം ലൈനിൽ നിലനിർത്താനുള്ള ഒരു സംവിധാനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അത് കാരണം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം വ്യാപകമായി പൊട്ടിയൊലിച്ചു പോവുകയും ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട്. പഞ്ചായത്ത് നോക്കാതെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് കുടിവെള്ളം. അഞ്ചൽ പഞ്ചായത്തിൽ നിന്നോ കരവാട് പഞ്ചായത്തിൽ നിന്നോ ഇല്ല, എല്ലാവർക്കും അത്യാവശ്യമാണ് കുടിവെള്ളം. ആ കുടിവെള്ള പദ്ധതി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. കടുത്ത ഉണക്ക് ചൂട് കൂടിയ ഭാഗമാണ് ഈ ഭാഗം. നിങ്ങൾ കണ്ടില്ലേ, പെരല്ലെങ്കിൽ ഇരുന്നിട്ട് മുറ്റത്തിരുന്നാൽ പോലും ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ചൂട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. കുടിവെള്ളം എന്നത് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. കഴിഞ്ഞ വർഷമൊക്കെ കുറച്ച് പ്രാവശ്യം ടാങ്കർ ലോറിയിൽ നിന്ന് വെള്ളം കൊണ്ട് എത്തിച്ചായിരുന്നു. ഈ വർഷം ഇതേവരെ എത്തിയിട്ടില്ല. എല്ലാവരുടെയും കിണറുകൾ വറ്റി വരണ്ടിരിക്കുകയാണ്.